ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ ആരാധനാ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകുവാൻ പോകുന്നു, പ്രാർത്ഥിക്കണമെന്ന വലിയ ദൈവിക സന്ദേശം കൈമാറിയത്. ജീവിതത്തിൻ്റെ വിവിധ ദുരന്തമുഖങ്ങളിലായിരുന്നു കൊണ്ടാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് ദുരന്തമുഖത്തെ അതിജീവിക്കുവാൻ, ദൈവകൃപ ആർജിക്കുവാൻ ഈ ആലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിൻ്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആരാധനയിലുടനീളം അച്ഛനിലൂടെ ഈശോയെ നീ തന്നെ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മരിയൻ ഉടമ്പടി നിബന്ധനകൾ ഏറ്റവും വിശ്വസ്താപൂർവം പാലിച്ച് എത്രയും വേഗം സാക്ഷികളായി ഉയർത്തപ്പെടാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നാളുകളായി കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടുള്ള ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായിരുന്നു കൊണ്ട് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കാൻ കൃപയാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥനെ വരവേറ്റുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഉയർത്തി ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഈശോയേ, നിന്റെ ശക്തി ഈ സമയം ഈ ആലയത്തിൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല സമൂഹത്തോടൊപ്പം ദൈവമാതാവിനോട് പ്രാർത്ഥിച്ച സെഹിയോൻ പാളിയിലേക്ക് ആത്മാവിന്റെ ശക്തി അയച്ചതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ ഈ സമൂഹത്തിലേക്കും ആത്മാവിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുത്തൻ പെന്തക്കോസ്ത അനുഭവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ, ശക്തീകരിക്കണമേ, ആത്മാവാൽ വഴി നടത്തണമേ, സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ വിഷയങ്ങളും ഒപ്പം തന്നെ സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെയും കൃപാസനത്തിൽ ജീവനോട് പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ
പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആവേ മരിയ. എൻ്റെ പേര് ടാനിയ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് വലിയ സാക്ഷിയാക്കി ഉയർത്തിയതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഞാൻ 2022 ഡിസംബർ മാസത്തിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഞാൻ നേഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. നേഴ്സിംഗ് പഠനം നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്. അതിനുശേഷം നേഴ്സിംഗ് പഠിച്ചു കഴിയുകയും പുറത്ത് ജോലി ചെയ്യണമെന്നായിരുന്നു ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം. അതിൻ്റെ ഫലമായി OETക്ക് അഡ്മിഷൻ എടുത്തു. OETക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ലിസണിങ്ങും റീഡിങ്ങും എനിക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നി. എത്ര പഠിച്ചിട്ടും എനിക്ക് വേണ്ട സ്കോർ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. പരീക്ഷ എഴുതി. പരീക്ഷ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ എറണാകുളത്ത് സ്റ്റേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെല്ലാവരും അതിൻ്റെ ഓരോ ആൻസറിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് വളരെയധികം സ്ട്രെസ്സായിരുന്നു. കാരണം ഞാൻ ഒന്നും എഴുതിയിട്ടില്ല, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച പോലെ തന്നെ റിസൾട്ട് വരികയും എനിക്ക് ലിസണിങ് കിട്ടിയില്ല, ഞാൻ തോറ്റുപോയി. അത് വളരെയധികം സങ്കടം ആയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും അറിയത്തില്ലായിരുന്നു. ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ജോലി ചെയ്യണോ, ഇനി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണോ എന്ന് അറിയത്തില്ല. പക്ഷേ ഒന്നും കൂടെ OET പഠിക്കാൻ വളരെയധികം പേടിയായിരുന്നു. അങ്ങനെ വീണ്ടും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. നിരന്തരം ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു തോന്നൽ വന്നു, ജർമ്മൻ പഠിക്കാം. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ജർമ്മൻ പോകുന്നുണ്ട്. അപ്പം മമ്മിയും പറഞ്ഞു ജർമ്മൻ പഠിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ, സ്കോപ്പ് ഉണ്ട്, നമുക്ക് ജർമ്മൻ നോക്കാമെന്ന്. പക്ഷേ ഓൾറെഡി ഒരു ഫെയിലിയർ ഉണ്ടായത് കൊണ്ട് ജർമ്മൻ പഠിക്കുന്നത് എനിക്ക് വളരെ ഒരു ടെൻഷനായിരുന്നു. അങ്ങനെ പിന്നെയും അമ്മേൻ്റെ അടുത്ത് ജപമാല ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ തന്നെ എനിക്കൊരു സെൻറ്റർ നൽകണം, എക്സാം എവിടെ എഴുതണം, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അമ്മ തന്നെ പറഞ്ഞു തരണം, തിരുക്കുമാരനോട് ചോദിച്ചിട്ട് എനിക്ക് ഉത്തരം നൽകണം എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ തന്നെ എനിക്കൊരു സെൻറ്റർ എടുത്തു തന്നു, കണ്ണൂർ. അവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ടായിരുന്നു. എന്ന് നമുക്ക് കുമ്പസാരിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ജർമ്മൻ പഠിക്കാൻ പോയതുകൊണ്ട് തന്നെ ആത്മീയമായിട്ട് ഒത്തിരി വളരാൻ എനിക്ക് സാധിച്ചു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകും. അവിടെ കുർബാനയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ പരിശുദ്ധ അമ്മേനോടും ഈശോനോടും ഒത്തിരി അടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ നിന്ന് ലഭിച്ചു. അങ്ങനെ അമ്മയോട് തന്നെ ചോദിച്ച് എക്സാം സെൻറ്റർ എടുത്തു. ഡൽഹിയിലാണ് എക്സാം സെൻറ്റർ എടുത്തത്. എനിക്ക് ഹിന്ദി അറിയത്തില്ല, ഒറ്റയ്ക്കാണ് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരെല്ലാം എന്നോട് ചോദിച്ചു, നീ ഒറ്റയ്ക്ക് എങ്ങനെ ഹിന്ദി അറിയാതെ അവിടം വരെ പോകും? അപ്പോൾ എന്തോ ഒരു ധൈര്യം, ഞാൻ എൻ്റെ കൊന്ത പിടിച്ച് അതിലുള്ള കാശുരൂപം കാണിച്ചിട്ട് അവരോട് പറയും, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ വരും. ഒരു വ്യക്തിയെ പോലെ, എൻ്റെ ചാച്ചനമ്മേനെ പോലെ അമ്മ എൻ്റെ കൂടെ പരീക്ഷ എഴുതാൻ വേണ്ടി വരും. അമ്മ എൻ്റെ അടുത്തിരുന്ന് പരീക്ഷ എഴുതി കൊടുക്കും, എന്നെ പാസ്സാക്കുമെന്ന് ഞാൻ പറയും. അപ്പോൾ അവർ പറയും, ധൈര്യം, നല്ല ധൈര്യമാണ്, പക്ഷേ ആരെങ്കിലുമൊക്കെ കൂട്ടിന് കൊണ്ടുപോകണം, ഹിന്ദി അറിയത്തില്ല. പിന്നെ ഞാൻ B1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് B2 പരീക്ഷ എഴുതുന്നത്. ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മേനെ കൂട്ടി വിളിച്ച് സഞ്ചാരി മാതാവിൻ്റെ കൂടെ ഞാൻ പരീക്ഷ എഴുതാൻ പോയി. ഡൽഹിയിൽ പരീക്ഷ എഴുതി. റിസൾട്ട് വന്നപ്പോൾ 2 മൊഡ്യൂളാണ് ഞാൻ എഴുതിയത്, ലേസനും ഹ്യോറനും. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഞാൻ അത് ക്ലിയർ ചെയ്തു. അപ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പരിശുദ്ധ അമ്മ കൂടെ വന്ന് പരീക്ഷ എഴുതിയാൽ എന്തായാലും പരീക്ഷ പാസ്സാവുന്ന ഒരു കോൺഫിഡൻസ് ലഭിച്ചു. അങ്ങനെ പിന്നെയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ജർമ്മൻ എക്സാം എഴുതുന്നതിന് മുൻപ്, ജർമ്മൻ പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുൻപായിട്ട് ഒരു ദിവസം സ്വപ്നത്തിൽ ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ അതിനകത്ത് എന്നെ ഫോൺ ചെയ്യുകയാണ്. എന്നോട് ചോദിക്കുന്നു, ടാനിയല്ലേ, നീ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറില്ലേ, ഉടമ്പടി എടുത്തല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്തു, രണ്ടാമത് അത് പുതുക്കി. പക്ഷേ ഞാൻ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജപമാല നിരന്തരം ചെല്ലും, പ്രാർത്ഥിക്കും, പക്ഷേ കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ മമ്മീൻ്റെ അടുത്ത് അത് പറഞ്ഞപ്പോൾ, ചിലപ്പം കാരുണ്യ പ്രവർത്തികൾ നമ്മൾ കൂടുതലായിട്ട് ചെയ്താലേ അനുഗ്രഹം ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒത്തിരി കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ സഹായിക്കാൻ തുടങ്ങി, എല്ലാം ഷെയർ ചെയ്യാനൊക്കെ തുടങ്ങി. അങ്ങനെ ലേസനും ഹ്യോറിനും പാസ്സായതിനു ശേഷം സ്പ്രഹനും ഷ്രൈബനും ഡേറ്റ് എടുത്തു. 2 വട്ടം ഞാൻ എക്സാം എഴുതി. ലേസനും ഹ്യോറിനും ജയിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്നാൽ 2 വട്ടം ഞാൻ തോറ്റുപോയി. ഷ്രൈബൻ റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും ടഫ്. അതിന് 60 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്. പക്ഷേ ഞാൻ എങ്ങനെ എഴുതിയിട്ടും എനിക്ക് 28-29 മാർക്കേ ലഭിക്കുന്നുള്ളൂ. ഞാൻ നിരന്തരമായിട്ട് പിന്നെയും ജപമാലകൾ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്ത് ചെയ്തിട്ട് ഈ ഷ്രൈബൻ എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ലല്ലോ, സ്പ്രഹൻ കിട്ടുന്നുണ്ട്, പക്ഷേ ഷ്രൈബൻ എനിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല, എങ്ങനെ അത് പഠിക്കണം എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ
ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് 60 മാർക്ക് തന്നാൽ മതി, 61 വേണ്ട, 59 വേണ്ട, 60 മാർക്ക് എനിക്ക് തരണം. 60 മാർക്ക് കറക്റ്റ് പാസിംഗ് മാർക്കാണ്, അത് തന്നാൽ അമ്മ തന്നെയാണ് എൻ്റെ കൂടെ വന്ന് പരീക്ഷ എഴുതിയെന്നും അമ്മ തന്നെയാണ് എൻ്റെ പേപ്പർ ചെക്ക് ചെയ്യുന്നതും ഞാൻ വിശ്വസിക്കാം. അമ്മ എനിക്ക് 60 മാർക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ചെന്നൈയിൽ ഡേറ്റ് കിട്ടി. ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് തമിഴ് പത്രങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. എക്സാം സെൻറ്ററിലോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് നടക്കാനുണ്ട്. ആ പോകുന്ന വഴിക്കെല്ലാം ഞാൻ ഈ പത്രങ്ങൾ എല്ലാവർക്കും കൊടുക്കും. അവർക്ക് വായിക്കാൻ അറിയാവോ, തമിഴ് വായിക്കാൻ അറിയുന്ന ആൾക്കാരാണോ, ഇത് വായിക്കുമോ, അത് സീരിയസ് ആയിട്ട് എടുക്കുമോയെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പം ഞാനത് കൊടുക്കുന്നതിന് മുൻപ് മുട്ടുകുത്തി നിന്ന് പത്രങ്ങൾ വെച്ച് അതിനകത്ത് തൈലം തേച്ച് പ്രാർത്ഥിക്കും. അമ്മേ, ഇത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണം, ഇത് വെറുതെ അവരെ റോട്ടിലൊന്നും വലിച്ചെറിയരുത്. അങ്ങനെ കാണുവാണെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഈ പേപ്പർ ആരെങ്കിലും നിലത്തിട്ടിട്ടുണ്ടെങ്കിൽ എത്ര അവസ്ഥയിലാണെങ്കിൽ ഞാനത് എടുത്തോളാം. അമ്മ അത് അങ്ങനെ നിലത്തിടുവാണെങ്കിൽ അത് എൻ്റെ മുൻപിൽ തന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ ആ വഴി കൂടെ തന്നെ 2-3 വട്ടം നടന്നു, ആരും ഇട്ട് കണ്ടില്ല. കേരളത്തിൽ നമ്മളിവിടെ പത്രം കൊടുക്കുന്നതിനൊക്കെ ആവേശം കൂടുതലായിരുന്നു. എല്ലാവരും ഓടി വന്നത് എന്താ പത്രം, ഇത് ആരാന്ന് ചോദിക്കും. ഞാൻ പറയും വേളാങ്കണ്ണി മാതാവിനെ പോലെ ഒരു അമ്മയാണ്, കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള അമ്മയാണ്, ഒത്തിരി അനുഗ്രഹം തരൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുന്നത്. അങ്ങനെ ചെന്നൈയിൽ എക്സാം എഴുതി. എൻ്റെ കൂടെ വേറെയും പിള്ളേരുണ്ടായിരുന്നു. എക്സാം എഴുതിയതിന് തൊട്ട് മുൻപായിട്ട് ഞാൻ അവരുടെ എല്ലാം പാസ്പോർട്ട് എടുത്ത് വെഞ്ചരിച്ച് ഹോൾ ടിക്കറ്റൊക്കെ എടുത്ത് എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് റിസൾട്ട് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും പാസ്സായി. എനിക്ക് ഷൈബിന് കറക്റ്റ് 60 മാർക്കാണ് ലഭിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് വെച്ചു. എൻ്റെ മുൻപിൽ വെച്ചവർക്കും പിന്നിൽ വെച്ചവർക്കും വിസ 7 ദിവസം കൊണ്ടും 10 ദിവസം കൊണ്ടും ലഭിച്ചു. പക്ഷേ എൻ്റെ വിസ വരുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ വന്ന് പിന്നെയും ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പിറ്റത്തെ ആഴ്ച ഇവിടെ അഖണ്ഡ ജപമാല റാലി നടപ്പുണ്ടായിരുന്നു. അപ്പോൾ മമ്മി പറഞ്ഞു, നമുക്ക് അഖണ്ഡ ജപമാല റാലിയിൽ പങ്കെടുക്കാം. അപ്പോൾ അമ്മ എന്തായാലും ഉത്തരം നൽകും. കുറേ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു, അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നുണ്ട്, നമുക്കും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച 25-ാം തീയതി ഞങ്ങൾ ഇവിടെ വന്ന് അഖണ്ഡ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു, പക്ഷേ വളരെ എളുപ്പമായിട്ട് ഇവിടം വരെ നടന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി സാധിച്ചു. അങ്ങനെ മമ്മി ഒരു ഡേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ശനിയാഴ്ച ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു, തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾക്ക് വിസയുടെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വേണം, ഒരു ഇമെയിൽ ഡിസ്പാച്ച് ആയി എന്ന് പറഞ്ഞ് ഒരു ഇമെയിൽ വരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശനിയാഴ്ച ഞങ്ങൾ രാത്രി പോയി, ഞായറാഴ്ച ദിവസം മുഴുവൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു. തിങ്കളാഴ്ച 10:06 ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്നു, വിസ ഡിസ്പാച്ച് ആയിന്ന്. അത്രയും നാളും വരാതിരുന്ന ആ വിസ ഇവിടെ വന്ന് അഖണ്ഡ ജപമാലയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. അങ്ങനെ എനിക്ക് പുറത്തേക്ക് പോകാൻ, ജർമ്മനിയിലോട്ട് പോകാൻ വേണ്ടി സാധിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അവിടെയുള്ള ഓൾഡ് ഏജ് ഹോം, വയനാട്ടിലുള്ള ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും അവിടുത്തെ പ്രായ അമ്മച്ചിമാർക്ക് ഇവിടുത്തെ കാശ് രൂപം കൊന്തയിൽ കെട്ടിക്കൊടുക്കും, അവരുടെ അടുത്തിരുന്ന് പത്രം വായിച്ചു കൊടുക്കും. ഇവിടുന്ന് കുറേ പത്രങ്ങൾ കൊണ്ടിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇവിടുത്തെ വചനങ്ങൾ, അച്ഛൻ ഈ ഡെയിലി ബ്രെഡിൽ പറയുന്ന വചനങ്ങൾ ഞാൻ ബൈബിളിൽ നിന്ന് എടുത്ത് അത് സ്റ്റാറ്റസ് ഇടും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ പ്രാർത്ഥനാ സഹായമായിട്ട് ഓരോരുത്തർ ചോദിക്കുമ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എന്നെപ്പോലെ B2 ഒക്കെ പാസ്സാവാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു. അവരൊക്കെ എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊക്കെയാണ് കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തത്. അതുപോലെ തന്നെ എക്സാം സെൻറ്ററിലോട്ട് വരുന്ന പിള്ളേർക്ക് ചിലപ്പോൾ മാതാവിനെ പറ്റി അറിയത്തുണ്ടാവില്ല. അപ്പോൾ ഞാനിങ്ങനെ എക്സാം സെൻറ്ററിൽ ജപമാല ചൊല്ലിക്കൊണ്ട് നടക്കുന്ന കാണുമ്പോൾ അവരെന്നോട് ചോദിക്കും, ചേച്ചി എന്താ ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഞാൻ എൻ്റെ ആൻസറൊക്കെ ജപമാലയിൽ കോഡ് ചെയ്യാണ്, ഇതിനകത്ത് ഞാനെല്ലാം കോഡ് ചെയ്ത് വെക്കും. എന്നിട്ട് എക്സാമിൻ്റെ ടൈമിൽ മാതാവ് എനിക്ക് അടുത്തിരുന്ന് പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ അവർ പറയും അതെന്താ ടെക്നിക്ക്. അപ്പം ഇത് എക്സാമിന് മുൻപ് ഞാനിങ്ങനെ ഉപ്പും തൈലും എടുത്ത് അവർക്കെല്ലാം നെറ്റി തേച്ച് കൊടുക്കും, പാസ്പോർട്ടേക്ക് തേച്ച് കൊടുക്കും. എന്നിട്ട് പറയും ആൻസർ എല്ലാം ജപമാലയാക്കി ഞാൻ ചെല്ലും, അത് ഞാൻ ഇതിനകത്ത് സ്റ്റോർ ചെയ്യും, അമ്മ എനിക്കത് പറഞ്ഞു തരുമെന്ന് പറയും. അപ്പോൾ അവർ പറയും അത് കൊള്ളാലോ, ഞങ്ങൾക്കത് പറഞ്ഞു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ജപമാലേനെ പറ്റിയും പരിശുദ്ധ അമ്മേനെ പറ്റിയിട്ടും കൃപാസനത്തെ പറ്റിയിട്ടൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ റിസൾട്ട് വന്നു കഴിയുമ്പം എല്ലാവരും എന്നെ വിളിച്ച് പറയും, ചേച്ചി പാസ്സായി, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ലഭിച്ചു, പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് വിജയം ലഭിച്ചു, ചേച്ചി എന്ന് പറഞ്ഞത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹം എനിക്ക് എൻ്റെ കുടുംബത്തിന് നൽകിയ പരിശുദ്ധ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇന്ന് ഈ ആൾത്താരെ കയറി എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചതിന്. എൻ്റെ പേര് അശ്വതി. ഞാൻ കോട്ടയം ജില്ലയിലെ കുരുനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2023 ജനുവരി 15-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് എൻ്റെ മകളുടെ ശ്വാസമുട്ടലിനെ കൊണ്ടായിരുന്നു ഞാൻ വന്ന് ഉടമ്പടി എടുക്കാൻ കാരണം. ഞാൻ ഒരു ബേക്കറി പോകുന്നുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഒരു ചേച്ചി പറഞ്ഞാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിഞ്ഞത്. ആദ്യമായിട്ട് ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു ചേച്ചി കൊണ്ടുകൊടുത്ത ബൈബിളാണ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ കൈ കിട്ടിയത്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ആർക്കും ഒരു വിശ്വാസമില്ലായിരുന്നു. യേശുവിനെ അറിയാം, മാതാവിനോട് ഒരു വിശ്വാസക്കുറവ്. ഞാൻ അന്ന് അവിടെ നിന്ന് പ്രാർത്ഥിച്ച്, അമ്മേ എൻ്റെ വീട്ടിലെ എല്ലാവരും മാതാവിലോട്ടൊരു വിശ്വാസത്തിൽ വരണമെന്ന് പ്രാർത്ഥിച്ച്. കാരണം ഉടമ്പടിയെക്കുറിച്ച് പറയാനും സാക്ഷ്യങ്ങൾ അങ്ങും ഷെയർ ചെയ്യാനും എല്ലാം വീട്ടിലെ എല്ലാവരും ഒന്നെങ്കിലും നമുക്ക് സാധിക്കത്തുള്ളൂ.
അങ്ങനെ പ്രാർത്ഥിച്ച് ഇന്ന് എൻ്റെ വീട്ടിലെ എല്ലാവരും ഉടമ്പടിയിലാണ്. എൻ്റെ നാത്തൂന്മാരെല്ലാവരും ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങും ഇങ്ങും വിളിച്ച് സാക്ഷ്യങ്ങൾ പറയാനും അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് 2 വർഷമായിട്ട് ഹസ്ബൻഡിന് പൈൽസിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ അത് മരുന്നുകളൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് വരെ. അത് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ട്, ഭയങ്കര വേദനയായിരിക്കും, പണിക്ക് പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് മാത്രമാണ് അത് കുറഞ്ഞത്. ഇപ്പോൾ അവർക്ക് പണിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ചിക്കൻ കൂട്ടുമ്പോഴോ കാപ്പി കുടിക്കുമ്പോഴോ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും കഴിക്കുന്നത് ഒരു കുഴപ്പവുമില്ല, അവർക്കെല്ലാം കഴിക്കാൻ പറ്റുന്നുണ്ട്. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരാരും നന്ദി പറയുന്നത്. പിന്നെ എൻ്റെ മകളുടെ കാലിൽ സൈക്കിളിൻ്റെ ചെയിൻ കൊണ്ടിട്ട് ഒരു മുറിവുണ്ടായിട്ടുണ്ട്. ആ മുറിവ് ചെറിയൊരു മുറിവായിരുന്നു. അപ്പോൾ ഇവർക്ക് ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. ആശുപത്രി കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് ഇഞ്ചക്ഷൻ ഒന്നും എടുക്കേണ്ട. അവൾ അതുപോലെ പ്രാർത്ഥിച്ച് ഇഞ്ചക്ഷൻ എടുക്കാൻ ഇടവരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഇഞ്ചക്ഷൻ എടുക്കേണ്ട. ഡോക്ടർ പറഞ്ഞ് പഴുക്കത്തൊന്നുമില്ല, പൊക്കോളാൻ പറഞ്ഞ്. പക്ഷേ അതിനുശേഷം 1 മാസമായപ്പോൾ നോക്കുമ്പോൾ ഇത് വട്ടത്തിലായിട്ട് ഈ മുറിവ് വട്ടത്തിൽ വന്ന് എന്നിട്ട് അത് കൊമള് കുത്തി പഴുത്തിട്ട് പൊട്ടി വിണ്ടിരിക്കുക. ഇവളെന്നെ കാണിക്കുന്നില്ലായിരുന്നു ആദ്യം. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് ശരിയായില്ലെന്ന്. അങ്ങനെ ഞാൻ മാതാവിൻ്റെ ഉപ്പും തൈലം തൂത്ത് പ്രാർത്ഥിച്ചെങ്കിലും ആദ്യം കുറഞ്ഞില്ല. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളോട് പറഞ്ഞ്, ദേവുട്ടി നീ ഒരു പണി ചെയ്യും, നീ എൻ്റെ കൂടെ നേരത്തെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ ഇവൾ ഉഴപ്പാൻ തുടങ്ങിയായിരുന്നു. നീ എല്ലാ ദിവസവും 5:30 എൻ്റെ കൂടെ എഴുന്നേറ്റ് പ്രാർത്ഥിക്ക്. അങ്ങനെ അമ്മയോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നേക്കാൻ പറഞ്ഞ് അങ്ങനെ അവൾ അന്ന് തൊട്ട് അമ്മയോട് പറഞ്ഞ്, അമ്മ ഞാൻ ചെയ്തതെല്ലാം എന്നോട് പൊറുക്ക്, ഞാൻ എല്ലാ ദിവസവും 5:30 എഴുന്നേറ്റ് ഡെയിലി ബ്രെഡ് കൂടിക്കോളാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ തൊട്ട് അവൾ 5:30 എഴുന്നേക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് അവളുടെ കാല് കരിയാൻ തുടങ്ങി. ഇന്ന് അത് പൂർണ്ണമായിട്ട് സൗഖ്യമായി. മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പ് ഉപയോഗിക്കാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം ഞാൻ കുരിശ് വരയ്ക്കാറുണ്ട്. ഉപ്പ് ഉപയോഗിച്ച് അത് കഴുകി കൊടുക്കാറുണ്ട്. അവൾ ഒരു ദിവസം എഴുന്നേക്കാൻ താമസിച്ച് എഴുന്നേറ്റില്ലെങ്കിൽ അവളെ തന്നെ സ്വപ്നം കാണിക്കും. ആ കാലിൻ്റെ അവിടെ പഴുത്ത് പൊട്ടി ഒഴുകുന്നത് അവളെ സ്വപ്നം കാണിക്കും. അങ്ങനെ അവൾ ചാടി എഴുന്നേക്കും. പിന്നെ ജപമാല എത്തിക്കായിരിക്കുമ്പോൾ ഇവൾ ഉറക്കം തൂങ്ങുമായിരുന്നു. ആ ഉറക്കം തൂങ്ങുമ്പോൾ ഇവളെ തട്ടും, അടി കൊടുത്ത് ഇവളെ എഴുന്നേൽപ്പിക്കുമായിരുന്നു. അമ്മമാതാനും തിരുക്കുമാരനും ഒരാരും നന്ദി. പിന്നെ എൻ്റെ മകന് വീണിട്ട് കൈപ്പത്തിക്കാണ് പറ്റിയത്. അപ്പം ഞാൻ വീട്ടിലില്ലായിരുന്ന സമയത്തായിരുന്നു. എൻ്റെ നാത്തോന്ന് എഴുന്നേറ്റ് നടക്കത്തില്ലാത്ത ആളാണ്. ഇവൻ പുറത്ത് കിടന്ന് കരഞ്ഞപ്പോൾ പറഞ്ഞു, നീ എഴുന്നേറ്റ് വാ, ഇങ്ങോട്ട് വാ, ഞാൻ നോക്കട്ടെന്ന് പറഞ്ഞു. അപ്പം നാത്തോൻ എന്നാ ചെയ്ത് തൈലം ഉപയോഗിച്ച് മാതാവിൻ്റെ വിശ്വാസ പ്രമാണം ചൊല്ലി ഇവൻ്റെ കൈപ്പത്തിക്ക് തൂത്ത്. കൈപ്പത്തി അവന് നിവർത്താൻ പറ്റുന്നില്ല. ആ തൂത്ത് കഴിഞ്ഞതിന് മാത്രമേ തന്നെ അവൻ്റെ കയ്യൻ എന്തോ ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നിയെന്നാണ് പറഞ്ഞത്. അതിനുശേഷം അവന് കൈ അനക്കാനും പറ്റി, ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് ഉടമ്പടി ആരാധന വഴി 2 സൗഖ്യങ്ങളാണ് കിട്ടിയത്. എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്കകത്ത് ഒരു മുഴ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ബേക്കറി പോകുമ്പോൾ ഇന്ന് കണ്ടിന്യൂസായി നിൽക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയാം. അങ്ങനെ എനിക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. അടുക്കള പണി ചെയ്യാൻ 10 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പോയിരിക്കണം. അങ്ങനെയായിട്ട് ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ ആരാധനയിൽ അച്ഛൻ പറഞ്ഞ് കാലിൻ്റെ അടി നീരുള്ളവർക്ക് സൗഖ്യം കൊടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ ആരാധന കൂടി. പക്ഷേ എൻ്റെ വിശ്വാസം നീരല്ലല്ലോ എൻ്റെ കാലിൻ്റെ അടി. ഞാൻ പ്രാർത്ഥിച്ച് അമ്മ ഇത് ആർക്കായാലും നീ സൗഖ്യം കൊടുക്കണം, എൻ്റെ അല്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം എന്നോട് നാത്തൂൻ ചോദിച്ചു, നീ ഇത് കൂടിയോ? ഞാൻ പറഞ്ഞു ഞാൻ കൂടി. നാത്തൂൻ കൂടിയപ്പോൾ നാത്തൂൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അന്നേരം ഞാൻ പറഞ്ഞു, ഇന്ന പോലെ കാലിൻ്റെ അടി നീരല്ലല്ലോ എനിക്കുള്ളതെന്ന്. അന്നേരം പറഞ്ഞ് നീരെന്ന് പറഞ്ഞാലും ആ മുഴ തന്നെ അച്ഛൻ ഉദ്ദേശിച്ചത്, നീ അത് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ്. അങ്ങനെ ഇന്ന് എനിക്ക് എത്ര സമയം അടുക്കളയിൽ നിന്ന് പണിയെടുക്കാം, എനിക്കൊരു കുഴപ്പമില്ല, അത് മാറിക്കിട്ടി. ഞാൻ തൈലവും ഉപ്പും കാലെ പെട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വയറ് എനിക്ക് ഒരു പണി ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് വീർത്ത് വരും. എന്നിട്ട് രാത്രിയൊക്കെ ആകുമ്പോൾ നമുക്ക് കിടക്കാൻ പറ്റത്തില്ല, ശ്വാസം വിടാൻ പറ്റത്തില്ല, വീർത്ത് ഗർഭിണികളുടെ വയറ് പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതും ഇതുപോലെ ആരാധനയിൽ അച്ഛൻ പ്രാർത്ഥിച്ച് ഉദരസംബന്ധമായ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കൈവച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതും എനിക്ക് മാറിക്കിട്ടി. ഇപ്പോൾ ഒരു കുഴപ്പവും. പിന്നെ എനിക്കിവിടെ 2024 ജപമാല റാലിയിൽ വരാനായിട്ട് അത് ഞങ്ങൾ അവിടുന്ന് 3-4 പേര് കൂടി വണ്ടി വിളിച്ച് വരാൻ തീരുമാനിച്ച് വണ്ടിയെല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവർ പറഞ്ഞ് ഞങ്ങൾ വരുന്നില്ല, അത്രയും ദൂരം നടക്കാൻ അവർക്ക് സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു അമ്മയോട് പ്രാർത്ഥിച്ചല്ലേ നമ്മൾ നടക്കുന്നത്, അതുകൊണ്ട് ക്ഷീണം ഒന്നും ഉണ്ടാകുമല്ലോ പോരാൻ പറഞ്ഞിട്ടും അവർ പുറകോട്ട് മാറി. ഞാൻ അന്നേരം ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി ഞാൻ വരാം, നിൻ്റെ കൂടെ ഞാൻ വരാം, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അന്ന് ഞങ്ങൾ രണ്ടും വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെയും കൂടി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് മാതാവ് അവരെ മാറ്റിയതാണെന്നുള്ളത് മനസ്സിലായി. അത് കഴിഞ്ഞ് അവരും വന്ന് ജപമാല റാലിയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടി. പിന്നെ ഞാൻ പത്രപ്രവർത്തനം നടത്താറുണ്ട്. ആശുപത്രികളിൽ കൂടി പോകുമ്പം പിള്ളേർ ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കുഞ്ഞു പിള്ളേർ ഇഷ്ടം പടിയുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട്. പത്രം കൊടുത്ത് കാര്യങ്ങൾ പറയും. എൻ്റെ മകളും പറഞ്ഞു കൊടുക്കുക, അവൾക്ക് കിട്ടിയ സൗഖ്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്.
പിന്നെ ചോറ് കൊണ്ടുപോയി ഞാൻ കൊടുക്കുന്ന കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ്. കാരണം അവിടെ ഒരു നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും, അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പത്രം കൊടുക്കുമ്പം ചിലപ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ ഞാൻ അവരോട് വർത്താനം പറയുന്ന കൂട്ടത്തിൽ ചോദിക്കും. അന്നേരം അവർ ആദ്യം എന്നോട് പറയും, ഞങ്ങൾ കൃപാസനത്തിൽ പ്രാർത്ഥന കേൾക്കാറുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന്. അന്നേരം ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ തുടങ്ങി. ലാസ്റ്റ് സ്റ്റേജിൽ അവർ പറയും, ഇല്ല ഞാനത് കൂടാറില്ല, ഒന്നും ചെയ്യാറില്ല. ചിലപ്പോൾ ഞാൻ ഇറങ്ങുന്ന സ്റ്റോപ്പിൻ്റെ തൊട്ട് മുമ്പ് അവരെന്നോട് പറഞ്ഞു, ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാമോന്ന്. അത് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗ്യവും മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ 1000 അനുഗ്രഹം തന്നിട്ടുണ്ട് മാതാവ് എനിക്ക്. പിന്നെ എൻ്റെ മോളെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിക്കാൻ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച, അമ്മേ ഇത് എനിക്ക് കിട്ടാൻ ഒരു യോഗ്യതയില്ല, പക്ഷേ എനിക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് ഒന്ന് കിട്ടുമായിരുന്നെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അന്നേരം പ്രാർത്ഥിച്ച് ഞാനിവിടെ നിന്ന്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞ്, മോളുടെ കുത്തി ചേച്ചിയും കൂടെ മുട്ട് കുത്തിക്കോളാൻ പറഞ്ഞ് ഞാൻ വന്ന് മുട്ട് കുത്തി. ഫസ്റ്റ് അച്ഛൻ ബ്ലെസ് ചെയ്ത് എന്നെ ബ്ലെസ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ മോളെ അച്ഛൻ ബ്ലെസ് ചെയ്തത്. അമ്മ മാതാവിന് 1000 നന്ദി. എനിക്ക് ഒത്തിരി സന്തോഷമായി, കാരണം മാതാവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ. പിന്നെ എനിക്ക് ഇത്രയും നേരം ഭയങ്കര ചുമയായിരുന്നു, മൂക്കടഞ്ഞിട്ട് എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇന്ന് ഇവിടെ അൾത്താരെ കയറി സാക്ഷ്യം പറയാനുള്ളത്. അമ്മ ഞാൻ ഇവിടെ കയറി നിൽക്കുമ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകരുത്, എനിക്ക് സാക്ഷ്യം പറയാനുള്ള കൃപ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്. ഇപ്പം എനിക്ക് ചുമയും ഇല്ല, എൻ്റെ മൂക്കടപ്പ് പൂർണ്ണമായിട്ടും മാറി, എനിക്ക് ഒരു കുഴപ്പവും ഇല്ല. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി.